ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗ്രേവിയോടെയുള്ള ഒരു ചില്ലി ചിക്കനാണ്. ഞാൻ ചില്ലി ചിക്കൻ റെസിപ്പി ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി 1 കിലോഗ്രാം ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴുകി വെച്ചതാണിത്. ഇത് ബോണോട് കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ്സും ചെയ്യാം. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിരുന്നത് നല്ലതാണ്. അതല്ല സമയമില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല എന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഞാനിതിപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ തന്നെ വേണമെന്നില്ല. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റാം. അതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ചിക്കൻ 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർക്കാം. ഞാൻ 2 ചെറിയ ക്യാപ്സിക്കമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സമയത്തൊക്കെ തീ നന്നായിട്ട് കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കണം. നല്ല ഫ്ലെയിമിൽ വേണം ഇതിങ്ങനെ വഴറ്റിയെടുക്കാൻ. ക്യാപ്സിക്കം 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത ഭാഗം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 5 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ പച്ചമുളകാണിത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസും ചേർത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റുന്ന സമയത്താണ് നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നത്. നമ്മൾ ആദ്യം ഈ ചിക്കൻ 2-3 മിനിറ്റ് മാത്രമേ വഴറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഓരോന്നോരോന്ന് ചേർത്ത് നമ്മൾ 1-2 മിനിറ്റ് വഴറ്റുമ്പോഴാണ് അതിൻ്റെ കൂടെ ഈ ചിക്കനും നന്നായിട്ട് വേവുന്നത്. ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും ഒക്കെ ചേർത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിലും കുറവായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു നല്ല കൊതിപ്പിക്കുന്ന മണം കിട്ടാൻ തുടങ്ങുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ചേർക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ശർക്കര പൊടിച്ചത് വേണമെങ്കിലും ചേർക്കാം. ഒരു ഇളം മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആ മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെ ഷുഗർ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കൈ നിറയെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇതിൻ്റെ വൈറ്റ് പാർട്ടായിരുന്നു ചേർത്തിരുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 4-5 മിനിറ്റ് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. റെഡ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗ്രീൻ മാത്രമേ കയ്യിലുള്ളെങ്കിൽ അത് ചേർത്താൽ മതി. നമ്മൾ നേരത്തെ ചേർത്തിയ ക്യാപ്സിക്കം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അത് ഏത് കളർ ക്യാപ്സിക്കം ആയാലും കുഴപ്പമില്ല. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി അഥവാ സിർക്ക ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അല്ലെങ്കിൽ അതിൽ കുറവായിട്ട് ചേർത്താൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെ പുളി കൂടിപ്പോവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടായിരുന്നു. 1 കപ്പ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. പക്ഷേ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ കട്ടി കുറവാണെങ്കിൽ മാത്രമേ ഞാൻ ബാക്കി ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ കോൺഫ്ലോർ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഗ്രേവി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഈ കറിയൊന്ന് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയതിന് ശേഷം 1/2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിൽ ചേർത്തിരിക്കുന്ന കോൺഫ്ലോർ ഒന്ന് വെന്ത് വരണം. ഇത് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കറിയുടെ നന്നായി തിളച്ച് 1/2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കണം.
സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നമ്മൾ ലാസ്റ്റ് ഡെക്കറേഷനും മറ്റും വേണ്ടി ചേർക്കുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ വൈറ്റ് പാർട്ട് ചേർക്കരുത്. അതിനൊരു വല്ലാത്ത കുത്തുന്ന സ്മെല്ലും രുചിയും ആയിരിക്കും. ഇതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചില്ലി ചിക്കൻ വിത്ത് ഗ്രേവി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം ഇത് വേറെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ പാനിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വളരെ രുചിയാണ്. ഫ്രൈഡ് റൈസിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്